അവരെന്നെ കണ്ടവരോട് അടക്കണേല ഇതിവിടെ വിട്ടിട്ട് നിൽക്കാൻ എവിടേക്കെങ്കിലും പോയിക്കൂടെ വലിച്ചടിച്ച് പൊട്ടിക്കുക അത് ചെയ്യണവർ. ഞാനല്ലോ അങ്ങോട്ട് പേടിപ്പിച്ചാണ് റോഡിലോട്ട് ഓടിക്കുക. ഹലോ നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിലാണ്. ഞാനിവിടെ പോയപ്പോൾ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇന്നലെ ചുമ്മാ പോയതായിരുന്നു. അന്നേരം നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചേച്ചിന്ന് കരയുന്നു. എന്താ കാര്യം എന്ന് വെച്ചപ്പോഴത്തേക്കും ചേച്ചിയുടെ കട ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന 2-3 ഏരിയായിരുന്നു അടിച്ച് പൊളിച്ച് തകർത്തിട്ടേക്കണം. അതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത്. ഇത് കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അതനുസരിച്ച് ചേച്ചിയുടെ ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ബാക്കി കാര്യങ്ങൾ ചേച്ചി തന്നെ പറയുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞില്ലേ, സെക്യൂരിറ്റിയുടെ പേരെന്തൊക്കെയാ? ഇവിടെ വർക്ക് ചെയ്യാനാണ് ആളിവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആൾ എന്നായിട്ട് അറിവില്ലായ്മ കൊണ്ട് വലിയൊരേട്ടം പറഞ്ഞു തെറ്റാണ്. കാരണം ഞാൻ ഇവരെ കുറിച്ച് പുറത്തറിയിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന അവസ്ഥ. കുഞ്ഞു മക്കളുണ്ട്, കുടുംബമുണ്ട്, അവരൊരു ഉപജീവനത്തിന് വന്നിരിക്കണം എന്നുള്ളത്. അവരടിച്ച് യൂണിഫോം ഇല്ലാണ്ടാണ് അവരോട് വന്നത്. ഇവിടെ ഇരിക്കണ്ട, അവനെ കൊണ്ട് എവിടേക്കാന്ന് വെച്ചപ്പോൾ ഉള്ള ഭീഷണിയായിരുന്നു. ഇവിടെ ഇരുട്ടത്താണ് അവരോട് വന്ന് നിന്നത്. എനിക്കറിയില്ലായിരുന്നു. ഓട്ടോറിക്ഷ കൊണ്ട് ആ ചെറുക്കനോട് വയ്യാത്ത സർട്ടിഫിക്കറ്റ് എൻ്റെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കെട്ടി കല്യാണം കഴിച്ചിട്ട് എൻ്റെ കൂടെ വന്നതാണ്. അതിവിടെ വരാൻ കാരണം ഞാൻ വിളിച്ചിട്ടാണ് വന്ന് ഇത്ര ബുദ്ധിമുട്ടാന്ന് അറിയിച്ചിട്ട്. അതിന് ഫിക്സ് ഉള്ളതാണ്. എൻ്റെ ചേട്ടനും ഉണ്ട് കൂടെ ഇപ്പോൾ. കാരണം എന്നെ നോക്കണത് എൻ്റെ കാര്യങ്ങൾ അത്രയും കൈ വയ്യാണ്ട കയ്യും വെച്ചാൽ JCB ഓടിക്കണത്. അതിന് വേറൊരു ഭാര്യയും കുട്ടിയുണ്ട്. പക്ഷെ എന്താ അറിയോ, ഒരു കുഞ്ഞ് മരിച്ച ആളാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വയ്യായ മാറ്റിയിട്ട് നാട്ടിലേക്ക് വിടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ വെച്ചാൽ. പക്ഷെ അതെന്നെ അന്വേഷിച്ച് ഇവിടെ വന്നെന്താ പറയുക, അതിന് അമ്മ ഒരു നല്ല അമ്മയുടെ വയറ്റിൽ ജനിച്ച ഒരു കുട്ടിയായതുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയും വന്ന് നിൽക്കണം. എത്ര പേര് എൻ്റെ വിട്ടിട്ട് പോവുക, പൈസ അതന്നെ ഉള്ളൂ. ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്നാണ് ഇനിയിപ്പോൾ ഇവിടെ എന്താ മാറ്റം വരേണ്ടത്? എനിക്ക് പറഞ്ഞ മാറ്റാറല്ല, എൻ്റെ കുഞ്ഞ് കച്ചവടക്കടയാണ് അവരില്ലാതാക്കിയത്. അല്ല, ഒരു സമൂഹമാണ്, ഒരു പെൺകുട്ടിയുടെ ചേർത്ത് പിടിക്കുന്ന സമൂഹത്തിൽ അവരെന്നെ കണ്ടവരോട് അടക്കണേല ഇതിവിടെ വിട്ടിട്ട് നിൽക്കാൻ എവിടേക്കെങ്കിലും പോയിക്കൂടെ. അതറിയോ, ഇത് എത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഒരാൾ അവിടെ ആശുപത്രിയിലുള്ളവരെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ചികിത്സിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കറിയാം ഞാൻ എങ്ങനെയുള്ളൊരു പെൺകുട്ടിയാന്ന്. എത്ര പേരെ കൊണ്ട് അഡ്മിറ്റാക്കി കൊടുത്തിട്ടുണ്ടോ വയ്യാണ്ടായിട്ട്. എല്ലാം എൻ്റെ ഒരു സ്വപ്നങ്ങളാണ് വരച്ച്. വലിയ ആളായി ഞാൻ ന്യൂസിലൊക്കെ പങ്കെടുത്തതാണ്. അവരുടെ അതിലാണ് ഇപ്പോൾ വരച്ചത്. എൻ്റെ മോനും വരയ്ക്കും ആനന്ദ്. അമ്മ എടുക്കാനാ പഠിക്കാൻ. എൻ്റെ അമ്മയെ അവനെ നോക്കിയതും വളർത്തിയതൊക്കെ. അതിനെ എൻ്റെ അമ്മ തന്നെ എനിക്ക് ദൈവം, വേറെ ആരുമല്ല. കാരണം എന്താ അറിയോ, എൻ്റെ അമ്മ കുറേ കഷ്ടപ്പെട്ടായത് ഞാൻ കണ്ട് വളർന്നത്. അങ്ങനെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടത്. ചേച്ചിക്ക് അനിയനൊക്കെ അറിയില്ല. അവർക്ക് ഭാവിയിൽ എന്നെ പോലെ അല്ല, അമ്മ എന്നെ ഉണ്ടാക്കിയൊരു കുഞ്ഞു മോൻ വരില്ല മക്കൾ. ആ മക്കൾ അവരോട് എന്താണ് ഉള്ള കുറേ പിള്ളേർക്ക് അത് അറിയാനേ പാടില്ല അമ്മ എന്താണെന്ന്. അതുകൊണ്ടാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഇന്നലെ അവിടെ പൊഴിച്ചത്. പക്ഷെ അവർക്ക് ദൈവം നല്ല നില കൊടുക്കും. 3-4 കുഞ്ഞുങ്ങളെ കൊല്ലാണ്ട് ഇങ്ങനെ കേട്ട് ആക്രിയും പറക്കിയും ആൾക്കാരെ തല്ലും കൊണ്ട് തിളച്ച വെള്ളം വരെ എൻ്റെ കയ്യിൽ കോരി വെച്ച ആൾക്കാരുണ്ട് പണ്ട്. ഇപ്പം അവരെൻ്റെ മുമ്പിൽ വരുമ്പോൾ നോക്കാണ്ട് നിൽക്കണ അത്ര. അവൻ്റെ വീട്ടിൽ കിടന്ന് കുറേ അനുഭവിച്ചു ഞാൻ. മുടി വരെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, നട്ടലിനിട്ട് അടിച്ചിട്ടുണ്ട് പ്രസവിക്കണ സമയത്ത് അവൻ്റെ അമ്മയൊക്കെ തന്നെ. ഇന്നലെ അല്ല, ഇന്ന് രാവിലെയാണ് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കൊടുത്തത്. ഇത് കുറെ നാളായി. ഇപ്പൊ ഇത് എടുത്ത് മാറ്റാണ്ടായപ്പോ എനിക്ക് തീരെ വയ്യ. അല്ല, അത് മാറ്റെന്ന് ഞാൻ പറഞ്ഞു, മാറ്റാം. എനിക്ക് വീടിന്റെ കാര്യം ശരിയായിട്ടില്ല. കാരണം അത് വന്നപ്പോ അതിന് തീരെ വയ്യാണ്ടാണ് ഇവിടെ വന്ന ചെറുക്കൻ. അപ്പൊ അതിന്റെ ഏട്ടനൊക്കെ വന്നപ്പോ ഇപ്പോഴാണ് ഇച്ചിരി പണിയൊക്കെ ശരിയായി വരണം. അപ്പൊ അത് കഴിയുമ്പോൾ എടുക്കാം, എക്കമാരൊക്കെ സഹായിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ എല്ലാം നശിപ്പിച്ച്. ആ പെട്രോളിലൊന്നുമില്ല, അതായത് ഉള്ളിലൊക്കെ കിടക്കുന്നത് വലിച്ചടിച്ച് പൊട്ടിക്കുക അത് ചെയ്യണവർ. ഞാനല്ലോ അങ്ങോട്ട് പേടിപ്പിച്ചാണ് റോഡിലോട്ട് ഓടിക്കുക. ഇതൊക്കെ ഒന്ന് അനുഭവിച്ചോ. എനിക്കിങ്ങനെ വന്ന് ഇന്നും ചില പെൺകുട്ടികൾ ഇതുപോലെ അവസ്ഥ അനുഭവിച്ചാൽ എന്തായിരിക്കും, അവരോടുമോ? ഇപ്പം പാർക്കിൻ്റെ ഉള്ളിൽ കുറേ പെൺപിള്ളേർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എന്ത് ധൈര്യത്തോടു കൂടി ഇരിക്കണവർക്കൊക്കെ കാശും പത്രാസും ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് കുഞ്ഞു മക്കളെ ഇന്നലെ കണ്ടില്ലേ, ചേതനായിട്ടൊരു ശരീരം ആ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചെടുത്ത കുഞ്ഞു പൊടിക്കുഞ്ഞാണ്. അതിനെ കൊന്നു പോളുപോലെ അവരെറിഞ്ഞപ്പോൾ അതിന് സമൂഹം നല്ലതല്ല. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ മക്കൾ അമ്മേൻ്റെ കൂടെ 2 പേരുണ്ട്. കൊന്നിട്ടില്ലെന്ന് വരെ ആർക്കടെ അടുത്ത് കൊടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അമ്മേനെ ഏൽപ്പിച്ചിട്ട് വന്നേക്കണേ.
എവിടേക്ക് പോയാലും കളയില്ല, ഉറക്കൊഴിച്ചിരുന്നുണ്ട്. എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാനിരുന്ന് എടുത്തോണ്ട് പോകാൻ വേണ്ടി വന്നിട്ട് പോലും സമ്മതിച്ചിട്ടില്ല ആൾക്കാരുടെ അടുത്ത്. എനിക്ക് അവരെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, മൂന്നെണ്ണത്തിന് പ്രസവിച്ച് ആശുപത്രി തന്നെ. അമ്പാടി ആനന്ദ് കാർത്തിക്, മൂത്തവൻ്റെ ആദ്യം ശരിക്കും പേര് കാർത്തിക് എന്നാണ്. അതിൻ്റെ വീട്ടും പേര് മുളന്തുരുത്തി കാരിക്കോട് കണ്ടഞ്ചിറയിൽ. അരുൺ എന്നാണ് അവൻ്റെ പേര്. സുനീന്ന് വിളിക്കും, ഒരു ട്രാവൽസ് ഡ്രൈവറായിരുന്നു. അവൻ്റെ വീട്ടിൽ കിടന്ന് അനുഭവിക്കാത്തല്ല, അവൻ്റെ പെങ്ങന്മാരും എല്ലാം കുടിക്കും. മദ്യപാനം തന്നെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരാളെ അടുക്കൂല വീട്ടിലേക്ക്. അപ്പോൾ അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ വേറെ പെണ്ണും കെട്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് കിടന്ന് കളിക്കണം, ഓട്ടോറിക്ഷ ഓടിക്കുക. എൻ്റെ അമ്മേനെ ഒരു ദിവസം വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതാര്. അതെന്തുകൊണ്ടാന്ന് പറയാം, ഞാനും ഇല്ലാണ്ടാണ്. പാർക്കിൻ്റെ ഉള്ളിലിട്ട് അവൻ്റെ കൂട്ടുകാരന്മാർ എന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി അവരുടെ പേര് അഞ്ചു, അനു എന്നാണോ, അഞ്ചു മരിച്ച് തൂങ്ങിച്ചത്തതാ. ഒരെണ്ണം അനു ഉണ്ട്, അതിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ചിറ്റ, വത്സല. പിന്നെ മുളന്തൂർ സുനി എന്നാണ് അവൻ്റെ ശരിക്കും ഒരു പേര്. അരുൺകുമാറെന്ന്. കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവന് ഇത്ര ഇത്. അവൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണം. ഞാൻ പറഞ്ഞാണ് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോയത് മുടിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് എൻ്റെ അടുത്ത്. അവിടെ ചെന്ന് കയറാൻ എല്ലാം കഴിഞ്ഞപ്പോൾ അവന് വട്ടായി ഭ്രാന്തായി. പിന്നെ എൻ്റെ കുടുംബം മൊത്തം ഒരു ഇതാക്കി. അപ്പം എൻ്റെ അമ്മ അനുഭവിക്കണ 2 പിള്ളേരെ കൊണ്ട്. എൻ്റെ അമ്മ ഈ കത്രിക്കടവിലുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ സെൻ്റ് ആനീസിലാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയൊരമ്മയാണ്. ഇപ്പോഴും എൻ്റെ അമ്മ ബുദ്ധിമുട്ടുണ്ട്. 2 ഉണ്ണികളെ കൊണ്ടതിൻ്റെ 4 പേരുണ്ട്. ആദ്യത്തെ കുട്ടിയുടെ അച്ഛൻ്റെ കേസ് ഇവിടെയാണ്, എൻ്റെ മൂത്ത മോൻ്റെ. അമ്പാടി എന്ന പേര് ആനന്ദ്. രണ്ടാമത്തെ മോൻ ആനന്ദ്. അതിന് എൻ്റെ അമ്മേൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ ഒരാളൊക്കെ നന്ദ, അതും എൻ്റെ അമ്മേൻ്റെ ഒപ്പം പഠിക്കുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഇളയ മോനാണ് മണികണ്ഠൻ. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂരായിരുന്നു. ഇപ്പോൾ അവനെ കഷ്ടപ്പെട്ടും പഠിച്ചും ആക്രിയും പറക്കിയിട്ടൊക്കെ എൻ്റെ ഉണ്ണീനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടിട്ട് എന്താ അറിയോ, 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മ കൊണ്ട് വെള്ളത്തിലെറിഞ്ഞ് കൊന്നു. പക്ഷെ എൻ്റെ ഉണ്ണീനെ എങ്ങനെ കൊന്നിട്ടില്ല. 4 ഉണ്ണീനെ മാനസികത്തിന് മരുന്ന് വെച്ച പെൺകുട്ടീനെ. അത് ഈ ആശുപത്രി മുഖാന്തരം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തിൽ ഇപ്പോൾ എനിക്ക് നിലയില്ല വിലയില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം എല്ലാവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ആട്ടും തുപ്പും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ ഇതെന്താണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാനൊരു നേരത്തെ വസ്ത്രം ഇടാത്ത കൊതിച്ച ഒരു കാലമുണ്ട് ഗുരുവായൂർ താമസിക്കുന്ന സമയത്ത്. എൻ്റെ അച്ഛൻ മുഴുകൂടിയനാ. 3 മക്കളാണ് ഞങ്ങൾ. ഒന്ന് എൻ്റെ ചേച്ചി, എൻ്റെ അനിയൻ ശരത്ത്. 2 പേർക്കും ചെവിടെ ഇട്ടുകൂടാ. പക്ഷെ എൻ്റെ അമ്മയുടെ ഒരു കഷ്ടപ്പാട് കൊണ്ടാണ് എൻ്റെ അമ്മ നാട് വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവമാണ്. അമ്മയിൽ ഞാനുണ്ടാവില്ല ഒരു കാലത്തും. മാനസികഭ്രാന്തിയായിട്ട് നടന്നാൽ പോലും എൻ്റെ അമ്മേനെ കൈവിട്ടിട്ടില്ല ഒരു കാലത്തും. കുഞ്ഞുനാളിലെ എൻ്റെ അമ്മേനെ ഒരു മടത്തി കൊണ്ട് നിർത്തി എൻ്റെ ഇതാണ് ഞാനിപ്പോൾ പടം വരയ്ക്കുക. അതായത് കണ്ടില്ല, ഞാൻ വരച്ച എൻ്റെ പടങ്ങളതല്ല. എൻ്റെ അമ്മയാണ് ഇതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അമ്മ ചില സമയത്ത് വയ്യാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അനുഭവിക്കുന്ന അമ്മ. ഇപ്പം എന്നോട് പറയണം എന്താ പറയുക, വീട്ടിൽ കയറേണ്ടത് എനിക്കിട് എൻ്റെ അമ്പാടിക്ക് പോലെ മണികണ്ഠന് കൊടുക്കാൻ പറ്റും. അതിനെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ. എൻ്റെ 2 ഉണ്ണികളെ പിറന്നാൾ, അതായത് എൻ്റെ മോക്ക് തന്തുവിന് ആദ്യമായിട്ട് ഞാൻ ആശിച്ച് മേടിച്ചതിൻ്റെ ഉടുപ്പ് അതിലും കറിയെടുപ്പോൾ. ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഇപ്പം നല്ല മഴയായിരുന്നു. വേണ്ട ഞാൻ പറഞ്ഞു ഒതുക്കാന്ന്. ഓപ്പറേഷന് സാർ ചേട്ടന്മാരെ കൂടെ വന്നിട്ട് ഭയങ്കര ഫേസ്ബുക്ക് ഇട്ട് നാണെടുത്ത് പോലീസുകാർ വന്ന്. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് അറിയാല്ല കാര്യങ്ങൾ. എൻ്റെ ഉണ്ണിയുടെ അവസ്ഥ അമ്പാടി ഇപ്പം മുളന്തുരുത്തിയിലാണോ തിരുവനന്തപുരത്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഒരു നിലക്കാണ്. ചിറ്റയുടെ കൂടെയാണ് അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കൂടെ. എനിക്ക് എന്താ അറിയില്ല, അവനൊന്ന് കാണണം. അവരെ കൊതിയാവുക. കാരണം കുറേ നാളുകളായിട്ട് അവനെ കാണാണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു പോയി. ഞാൻ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക്. അമ്മയ്ക്കറിയില്ല, കേസാക്കിയതാണ്. കലക്ടർ രാജമാണിക്ക് സാറ്, കുറേ ആൾക്കാർക്ക് അറിയാം, വനിതല ചേച്ചിമാർക്കൊക്കെ അറിയാം എന്നെ. പഴയ ആളല്ല ഞാനിപ്പോൾ. കുറച്ച് കച്ചവടം ഇട്ടതാണ്, അത് നശിപ്പിച്ചടുക്കി. സെക്യൂരിറ്റിമാരാ ഇവിടുത്തെ സെക്യൂരിറ്റിമാർ. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. അവർക്ക് തെറ്റതാണ് ചെയ്തതെന്ന് അറിയാം. അതെ, ഇതാണ് കൊന്ത ഉണ്ടാക്കണത്. എൻ്റെ അമ്മമാരെ എന്നെ പഠിപ്പിച്ചത്. ഞാൻ ആർട്ടാണ്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. അമ്മ പറയണ കടണ്ട്, നമ്മൾ ഒരാളുടെ അടിമയാവാണ്ട് ഒരു 5 സാധനങ്ങൾ വിറ്റാലും 2 കുട്ടികൾ മതി നമ്മുടെ ഒപ്പം. ഒരാളെൻ്റെ ഇവിടെ നിൽക്കില്ല. കാരണം ഇവരെനിക്ക് അത്ര നല്ലൊരു അസുഖം തന്നേക്കണം, മാനസികം. അതില്ലാത്തൊരാരും ഉണ്ടാവില്ല ലോകത്ത്. കഴിഞ്ഞ ആഴ്ച അവിടെ ഒരാൾ കടന്നു വയ്യാണ്ട് ഞാനാ കൊണ്ടാക്കിയ. എൻ്റെ അമ്മയുടെ ജോലി അത് തന്നെ. അമ്മ പഠിപ്പിച്ചെന്നുണ്ട്. നമ്മൾ പെൺകുട്ടികളെ എത്ര താഴ്ന്നു കൊടുക്കുകയാണെങ്കിലും
ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടാവും. എൻ്റെ അമ്മ അതുപോലെ കഷ്ടപ്പെട്ടത്. ഗുരുവായൂർ കിടന്ന് അച്ഛൻ കുടിച്ചടിക്കുകയായിരുന്നു എൻ്റെ അമ്മേനെ. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, കാരണം സ്വന്തമായിട്ട് പച്ചക്കറിയും വിറ്റ് എൻ്റെ അമ്മ എല്ലാവരും ആ അമ്മയുടെ മോളായിട്ടാണ് ഞാനും ജനിച്ചത്. പണിയെടുക്കും, എനിക്കതാ ഇഷ്ടം. രാവിലെ അമ്പലത്തിൽ പോവുക, പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക. അതാണ് ഈ കൂട്ടി വെച്ചേക്കണം നനയാണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇല്ലാത്ത കുഞ്ഞു മക്കളുണ്ട്. അപ്പൊ കൊച്ചിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? കാണണമെന്നുണ്ട്. ഭയങ്കര പോലീസുകാരെ കൊണ്ടിട്ടത്. എനിക്ക് അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മണിയണ്ണനാണ് എനിക്കെല്ലാം. അവരെന്ന് പറഞ്ഞാൽ എൻ്റെ അള്ളി പിടിച്ച് കിടന്നുറങ്ങി എൻ്റെ ഉണ്ണി. അവന് ഞാൻ കൊടുക്കാൻ പറ്റുന്ന പിറന്നാളിത്. എനിക്ക് അതിൻ്റെ പിറന്നാൾ പോലെ ആഘോഷിക്കാനുള്ളതില്ല. മിഠായി വരെ വലിച്ചെറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെടുത്ത് കളയല്ലേ എന്നാ കരഞ്ഞു തന്ന്. കേട്ടില്ലേ? ചെറിയ ഉണ്ണി അവന് കൊടുക്കാൻ വെച്ച ഉണ്ണിയാണ് എൻ്റെത്. മണികേട്ടൻ്റെ പിറന്നാൾ എൻ്റെ മോക്ക് അവരെന്തായാലും എല്ലാവരുടെ പോലും നന്നായി നടക്കട്ടെ എന്ന്. എന്നെ പോലെ ഇരിക്കണവളെ എൻ്റെ അമ്മ പറയും, ചേച്ചിയുടെ പോലെ ഇരിക്കണ തമ്മയുടെ പോലെ. എനിക്കിഷ്ടം അവളെയൊക്കെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ചേച്ചിക്ക് അനിയനുമില്ല. അമ്മേനെ നോക്കാറില്ല രണ്ടുപേരും. അതെന്താ അറിയാം, അമ്മയുടെ വലിപ്പം എന്താ അറിയാം അവർക്കറിയില്ല. എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മടത്തിയ പഠിക്കുമ്പോൾ അമ്മ വരും എന്നെ കാണാൻ. സ്കൂളിൽ എല്ലാ കുട്ടികളെക്കാട്ടും കൂടുതൽ താരം എനിക്ക് എൻ്റെ അമ്മ മേടിച്ചിരുന്നത്. ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ അമ്മ ഗൾഫിലുള്ളതാണോ? ഇല്ല. ഹൈക്കോടതിനുള്ളിലിട്ട് പേപ്പറിൽ വിരിച്ചിട്ട് ഇതുപോലെ പേരും